ഓപ്പോസിഷൻ മൾസ് മോഷൻ ഓഫ് റിമൂവൽ ഓഫ് സ്പീക്കർ. അതായത് ഈ ഓം ബിർള എന്ന് പറയുന്നത് നമ്മുടെ ലോക്സഭയിലെ സ്പീക്കറാണ്. ലോക്സഭ എന്ന് പറഞ്ഞാൽ ലോവർ ഹൗസിലെ സ്പീക്കറാണ് ഓം ബിർള. അപ്പോൾ ഓം ബിർളേൻ്റെ റിമൂവലിന് റിലേറ്റഡ് ആയിട്ട് ഓപ്പോസിഷൻ ഒരു മോഷൻ മൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ലോക്സഭ സ്പീക്കറിനെ ഒഴിവാക്കാൻ ചെയ്യുന്നത് നോൺ കോൺഫിഡൻസ് മോഷൻ എഗെയിൻസ്റ്റ് ദി സ്പീക്കർ ഓഫ് ലോക്സഭ. ഇനി അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് നോക്കാം. അതായത് ആർട്ടിക്കിൾ 1994(c) പറയുന്നുണ്ട്, എന്താ പറയുക, ഒരു സ്പീക്കറിനെ റിമൂവ് ചെയ്യണമെങ്കിൽ അവർക്ക് 14 ദിവസം, ഈ 14 ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പല ഭാഗത്തും പറയുന്നുണ്ട് 14. രാജ്യസഭാ സ്പീക്കറിനാണെങ്കിൽ 14 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം. സെക്രട്ടറി ജനറലിൻ്റെ മുഖേന ഒരു 14 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം. എന്നിട്ട് അവരൊരു റെസൊല്യൂഷൻ 100 MPs സൈൻ ചെയ്തൊരു റെസൊല്യൂഷൻ പാസ്സാക്കണം. അത് ലോക്സഭ മാത്രം പാസ്സാക്കിയാൽ മതി, പക്ഷേ ഒരു എഫക്റ്റീവ് മെജോറിറ്റിയിലാണ് പാസ്സാക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്പീക്കർ ഓഫ് ലോക്സഭ, നമ്മുടെ ലോവർ ഹൗസിൻ്റെ സ്പീക്കറായിട്ടുള്ള സ്പീക്കർ ഓഫ് ലോക്സഭയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ആർട്ടിക്കിൾസാണ് 94ഉം 96ഉം. ഈ 94 പറയുന്നതാണ് ഈ സ്പീക്കറിൻ്റെ റെസിഗ്നേഷൻ റിമൂവലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 94. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഈ എങ്ങനെയാണ് റിമൂവ് ചെയ്യുക, ആ മെജോറിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറയുന്നത് എഫക്റ്റീവ് മെജോറിറ്റി, അതായത് അപ്പം ആ ഒരു ഹൗസിൽ എത്ര ആൾക്കാരാണോ പ്രസൻറ്റ് ആൻഡ് വോട്ടിങ്, അതിനാണ് എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത്. ഈ എഫക്റ്റീവ് മെജോറിറ്റി വെച്ചിട്ടാണ് റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ലോക്സഭാ സ്പീക്കറിനെ എലക്ട് ചെയ്യുക. ഒരു പുതിയതായിട്ടൊരു ടേം തുടങ്ങുമ്പോൾ ലോക്സഭാ സ്പീക്കറിനെ എലക്ട് ചെയ്യും. എന്നിട്ട് അത് ആ ഒരു സീറ്റ് വെക്കേറ്റ് ആയിരിക്കുകയാണെങ്കിൽ, വെക്കേറ്റ് ആകുക എങ്ങനെയൊക്കെയാണ്, ഒന്നെങ്കിൽ സ്വയം രാജിവെച്ച് പോവുക, അല്ലെങ്കിൽ എന്താ പറയുക, കാലാവധി തീർന്നു പോവുക, അല്ലെങ്കിൽ രാജിവെച്ച് പോവുക. അതുകൂടാതെ പിന്നീട് റെസൊല്യൂഷൻ വെച്ച് റിമൂവ് ചെയ്യുക. അതാണ് ഇപ്പോൾ നടക്കുമെന്ന് പറയുന്നത്. അതായത് എഫക്റ്റീവ് മെജോറിറ്റിയിൽ മൂവ് ചെയ്യണമെന്ന് ഓപ്പോസിഷൻ പറയുന്നത്. ഓക്കെ, ഇങ്ങനെ റിമൂവ് ചെയ്യാം. ഈ 3 രീതിയിലാണ് സ്പീക്കറിനെ റിമൂവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ സ്പീക്കർ ഒഴിഞ്ഞു പോവുക. അപ്പം ഈ ഒരു കാര്യം ഡിസോൾവ്, അതായത് ലോക്സഭാ സ്പീക്കറിൻ്റെ ഇത് ഡിസോൾവ് ആയി കിടക്കുകയാണെങ്കിൽ പുതിയതായിട്ട് ഒരു സ്പീക്കറിനെ എലക്ട് ചെയ്യും. അത് ആ ഹൗസ് തന്നെയാണ് എലക്ട് ചെയ്യുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ അല്ലെങ്കിൽ ഒരു ടേം തീർന്നു, ഒരു പാർട്ടി ഭരിച്ച് 5 കൊല്ലം തീർന്ന്, ആ പാർട്ടീൻ്റെ ടേം തീർന്നു കഴിഞ്ഞാൽ എല്ലാ മെമ്പേഴ്സും അവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും സ്പീക്കർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകില്ല. സ്പീക്കർ അടുത്ത ടേമിൽ ഒരു സ്പീക്കർ വരുന്നവരെ സ്പീക്കർ അവിടെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇത്രയാണ് സ്പീക്കർ റിലേറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ആർട്ടിക്കിൾ 93, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 93 ആണ് സ്പീക്കറിൻ്റെ അതായത് എലക്ഷനെ കുറിച്ച് പറയുന്നത്. 93 എലക്ഷനും, അതുപോലെ 94 സ്പീക്കറിൻ്റെ റിമൂവലും, അതായത് റെസിഗ്നേഷൻ, വെക്കേഷൻ, റിമൂവലൊക്കെ റിലേറ്റഡ് ആയിട്ട് പറയുന്നത്.